Good morning, dear students. We were discussing on implementation of CSR activities in an organization. Okay, നമ്മൾ ഡിസ്കസ് ചെയ്തത് CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ കണ്ടു പ്രധാനമായിട്ടും 7 സ്റ്റെപ്സാണ് ഉള്ളത്. ഫസ്റ്റ് വണ് കണ്ടക്ട് എ CSR അസസ്മെൻറ്റ്, ദ നെക്സ്റ്റ് വണ് ഡെവലപ്പ് എ CSR സ്ട്രാറ്റജി, തേർഡ് വണ് ഡെവലപ്പ് CSR കമ്മിറ്റ്മെൻറ്റ്സ്, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്, the next one measure and assure performance, then assure and report on progress, and last stage എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ്. ഓക്കെ, അതിൽ ആദ്യത്തെ 4 സ്റ്റെപ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നത് മെഷർ ആൻഡ് അഷ്വർ പെർഫോമൻസ്. CSR ടീം ഷുഡ് എൻഷുർ ദി പെർഫോമൻസ് ഓഫ് CSR ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി മെഷേർഡ്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള CSR ആക്ടിവിറ്റീസൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ CSR ആക്ടിവിറ്റീസിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും വേണം. ഓക്കെ, നമ്മളെല്ലാം തീരുമാനിച്ചതുകൊണ്ട് മാത്രമല്ല, തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഫലപ്രദമായിക്കൊണ്ട് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, സോ നമ്മൾ CSR ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ള CSR ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും വേണം. പിന്നെ അതിനുശേഷം അഷ്വർ ആൻഡ് റിപ്പോർട്ട് ഓൺ പ്രോഗ്രസ്. ഓക്കെ, റിപ്പോർട്ടിംഗ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ഫേംസ് എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ്. When it is done well, reporting should address how societal trends are affecting a firm and in turn how the firm's operations are affecting the society. Okay, സോ നമ്മൾ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്ത ശേഷം പിന്നീട് വേണ്ടത് റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ എക്കണോമിക്, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ മാനേജ്മെൻറ്റ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുമില്ല, ഫേമിൻ്റെ CSR ആക്ടിവിറ്റീസ്, എന്തെല്ലാം CSR ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, അതിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ടായിട്ടുള്ളതെന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കണം. ഓക്കെ, അതായത് ഫേമിൻ്റെ CSR ആക്ടിവിറ്റീസ് എത്രത്തോളം സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയിലെ ആക്ടിവിറ്റീസ് എത്രത്തോളം ഫേമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ്. ഓക്കെ, നമ്മളെപ്പോഴും നടത്തേണ്ടതാണ്, ഫോളോ അപ്പ് നടത്തണം, നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഏതെല്ലാമാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഓക്കെ, ആൻഡ് ഇവാലുവേഷൻ ട്രാക്സ് ദി ഓവറോൾ പ്രോഗ്രസ് ഓഫ് എ ഫേംസ് CSR അപ്രോച്ച് ആൻഡ് ഫോം ദി ബേസിസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് മോഡിഫിക്കേഷൻ. With the information derived from verification and a reporting, a firm is in a good position to rethink its current approach and make adjustments. ഓക്കെ, നമ്മൾ CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റീസ് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഏതെല്ലാം ഏരിയാസിൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ടൊന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സൊക്കെ നമ്മൾ അണ്ടർടേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷനകത്ത് സക്സസ്ഫുൾ ആയിക്കൊണ്ട് CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് CSR ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസ്. ഓക്കെ, ആദ്യത്തെ 4 പോയിൻറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലാസ്റ്റ് 3 സ്റ്റേജസാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് CSR ആൻഡ് എത്തിക്സ് ഇൻ ബിസിനസ്. ഓക്കെ, എത്തിക്സ് എന്താണെന്നുള്ളത്, ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എത്തിക്സും CSRും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഫൈൻഡ് ഔട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ CSR ആൻഡ് ബിസിനസ് എത്തിക്സ്. CSR ഈസ് നോട്ട് ഓൺലി അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് ബട്ട് ഓൾസോ അബൌട്ട് എത്തിക്സ്. ഓക്കെ, CSR എന്ന് പറയുമ്പോൾ, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും അത് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ഇത് റെസ്പോൺസിബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് മാത്രമല്ല, മറിച്ച് എത്തിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഈ ഒരു CSRൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എത്തിക്സ് ഈസ് ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്. Ethics come from inside a person, from their beliefs. As every individual has different ethical belief, there is no definition of what is ethically right or wrong. But it is a point that managers have to keep in mind while doing business. Okay, നമുക്കറിയാം എത്തിക്സ് എന്ന് പറയുന്നത്, എത്തിക്സ്
കറക്റ്റ് ഒരു വെൽ ഡിഫൈൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് എത്തിക്കലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ ആളുകളുടെയും പെർസെപ്ഷൻ അനുസരിച്ച് കൊണ്ടാണ്. ഓക്കെ, എനിവേ എന്തെല്ലാമായിരുന്നാലും ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ ഈ CSR ആക്ടിവിറ്റീസ് ഒക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് എത്തിക്കൽ വാല്യൂസും എത്തിക്കൽ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ethics are codes of values and principles that govern the action of a person or group of a person regarding what is right versus what is wrong. Okay, നമുക്ക് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Therefore, ethics set standards as to what is good or bad in organizational conduct and decision making. Deals with the internal values that are a part of corporate culture and shapes decision concerning social responsibility with respect to external environment. Therefore, ethics are an important part of concept of CSR. Okay, ethics എന്ന് പറയുന്നത് CSRൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഓക്കെ, CSR എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഉള്ള റെസ്പോൺസിബിലിറ്റീസ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുക എന്നുള്ളത് എത്തിക്കലി റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ എത്തിക്സും CSRും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കൺസെപ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, ഓർഗനൈസേഷൻസ് ദാറ്റ് അഡോപ്റ്റ് CSR ഹാവ് മോറൽ, എത്തിക്കൽ ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റീസ് ഇൻ അഡീഷൻ ടു ദർ എക്കണോമിക് ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ. ഓക്കെ, CSR എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഓക്കെ, എക്കണോമിക്കൽ ആൻഡ് ലീഗൽ ഒബ്ലിഗേഷന് പുറമെ ഓർഗനൈസേഷൻ നിറവേറ്റേണ്ടതായിട്ടുള്ള ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് CSR എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസിലെ ലാസ്റ്റ് 3 സ്റ്റേജസും അതുപോലെ തന്നെ എത്തിക്സും CSRും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.